സുനിയേ ഇങ്ങനെ വന്നേ. എങ്ങനെ ഇട്ട് കൊടുത്ത റവ എങ്ങനെയുണ്ട്? ഗോതമ്പൊടി പുട്ടുണ്ടാക്കാൻ മേടിച്ചിട്ട് പണി പാടില്ല. കാരണം തരിയില്ലാത്ത പൊടിയായിട്ട് വരില്ലേ. അതിനകത്ത് കുറച്ച് മറ്റേ ഇത് ശരിയാക്കൂലേ, റവ കുറച്ചിട്ട് ഇങ്ങനെ മാർക്കിട്ട് കിട്ടാം. ശരി. റവ കുറച്ചിട്ട് കഴിഞ്ഞാലല്ലേ മാറി കിട്ടും ഇല്ലേ? മറ്റേ പൊടി നൈസ് പൊടി ആയില്ലേ, കട്ട കുത്തിപ്പോണം മറ്റേ ഗോതമ്പ് പൊടി. അപ്പൊ കുറച്ച് റവ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും തോന്നണല്ലേ. പിന്നെ നനക്കണതും ഇത്തിരി ഇച്ചിരി വെള്ളം ഒഴിച്ച് നനക്കണത് തുടങ്ങിയിട്ടാണ്. എന്താ ഇനിയിപ്പോ അതുകൊണ്ട് ഉണ്ടാക്കണം സംഭവം കഴിഞ്ഞ് അത് തീർന്നില്ലേ? എന്താ ചപ്പാത്തി അടിക്കാലോ, നാളെ ചപ്പാത്തി അടിച്ചാലോ, ചപ്പാത്തി ചിക്കൻ കറി കഴിക്കാലോ. ചിക്കൻ ഞാനില്ല എന്റെ പൊല്ലോ, ബീഫാ 200 ബീഫ് ചപ്പാത്തി. അത് ഒരു 10-11 മണിയാകുമ്പോ പോയി വാങ്ങിച്ചു കഴിഞ്ഞാലേ നമുക്ക് എല്ലും മറ്റേ കാശുണ്ടെങ്കിൽ നമുക്ക് മേടിച്ചോ, ഞാൻ പോയി മേടിച്ചോളാം. കാശുണ്ടെങ്കിൽ ഉണ്ടാവില്ല 500 തീർന്നു. എനിക്ക് ഇപ്പൊ 100 തരാണ്ട് കൂടി വന്നോണ്ടിരിക്കും. പക്ഷെ അത് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ കൂടുന്നില്ല, കൂടിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചല്ലേ. പക്ഷെ ഇപ്പൊ അനുഭവിക്കുന്നുണ്ടാ നല്ലത്. ഇതാണ് പ്രശ്നം. കിട്ടാനായിട്ടേ വരാൻ ബുദ്ധിമുട്ടാണ്. 100, 200 ആട്ടുന്നത്, 200, 500 ആട്ടുന്നത്, 100, 1000 ആട്ടുന്നത് വരാൻ പറ്റും. കൃഷ്ണജാനൊക്കെ ഞാൻ വന്ന കുണ്ടൻ വഴിയാണ് ചെയ്യേണ്ട. കൃഷ്ണൻ ചെയ്തിട്ടും പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത്രയും ഇത് കിട്ടാറുണ്ട്. ഞാൻ പറഞ്ഞ് ഞങ്ങൾ വന്നപ്പോ പറഞ്ഞു മേടിച്ചു. പിടിക്കാൻ സുമേഷ് പാടുന്ന അറിയാം. പാടി വരും അങ്ങനല്ല നമുക്ക് പാടി മാറ്റിയാലോ. ഇല്ല കത്തിച്ചിട്ടില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് സുമേഷ്? ക്ലൈമറ്റ് ചില ദിവസം നല്ല ക്ലൈമറ്റാ, ചില ദിവസം മഹാ തണുപ്പും. എന്തെന്നാ അതിനെ പറയണ്ടേന്ന് എനിക്കറിയാൻ പാടില്ല. കോടാണ് വന്നു കഴിഞ്ഞാലല്ലേ ഒരു രക്ഷ ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ഈ മൂന്നാറൊക്കെ നിർത്തില്ലേ, എനിക്ക് കയ്യൊക്കെ വിള്ളലുണ്ടായിരുന്നില്ല. ഇപ്പൊ കൈ വിള്ളൽ വന്നോളൂ. ഇവിടെ മൂന്നാർ വെച്ച് എന്റെ ചുണ്ട് ഇങ്ങനെ വട്ടം കീറി പോയി. അമ്മാതിരി തണുപ്പത്തെ ഞാൻ നിന്നുണ്ട്.
ഞാൻ എന്തോ കാട്ട് മറ്റേ എന്താണ് കാട്ടുപോത്തിന്റെ ജന്മം തോന്നുന്നു. കണ്ടാമൃഗത്തിനല്ലേ മറ്റേ എന്തിനാണ് കട്ടിത്തൊലികൾ കണ്ടാമൃഗത്തിന്റെ ജന്മം ഒരിക്കട്ടി കൂടുതലാണ് അതാണ് പ്രശ്നം. എനിക്കാണ് മനക്കട്ടിയും കൂടുതലാണ്. അല്ലെങ്കിൽ പിന്നെ ഇമാതിരിയുള്ള എന്നെ പോലുള്ള സാധനത്തിനൊക്കെ മേച്ചോണ്ട് നടക്കാൻ പറ്റും. എല്ലാവരും ഒരേപോലെ അല്ലാണ്ട് ആരും വേറെ ഒരു രീതിയിലുള്ള അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായി. അത്രേ ഉള്ളൂ. ആരു പറഞ്ഞു ഞാൻ കണ്ടത് കനവാണെന്ന് ആരു പറഞ്ഞു. അല്ലേ ഉദ്ദേശിച്ചത്? ഞാൻ കണ്ടത് രാക്കനവാണ്. ഞാൻ കണ്ടതൊക്കെ രാക്കനവായി പോയി. പക്ക അടിപൊളി. ഉപ്പുമാവ് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ രാത്രിത്തേക്ക് ഉപ്പുമാവും കടലക്കറിയും രാത്രി അടിപൊളി. നിങ്ങൾക്ക് എന്താണ് ഇന്ന് രാത്രി സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? നാളെ നമുക്ക് ചെമ്മീനും നാളെ എന്തായാലും ജോസ് ചെമ്മീൻ കൊണ്ടുവരികയാണെങ്കിൽ കൊണ്ടുവന്നാലും ഇല്ലെങ്കിൽ നമ്മൾ ചെമ്മീൻ മേടിക്കും. ചെമ്മീനും വേറെ എന്ത് മേടിക്കണം? ചെമ്മീനും പച്ചക്കറിയും കൂടി കറി വെക്കാം. പച്ചക്കറി എന്തായാലും ചെലവുണ്ടല്ല. തേങ്ങ ചെലവിട്ടേ ഒന്ന് ചതച്ചിട്ട് പാലൊഴിഞ്ഞ് എടുക്കാം. തേങ്ങാപ്പാലിൽ അരക്കാൻ പറ്റൂല. പിഴിയാലാണ്. മിക്സിയറിന് ചോദിച്ചു നോക്കിയാലോ നമുക്ക്? ഞാനില്ല, ഞാൻ പഠിക്കില്ല. അപ്പൊ ചെലവായി ഇതുമായി ഏത് കുക്കറുമായി മിക്സിയുടെ ഒരു കുറവുണ്ട്. മറ്റേ അച്ഛൻ്റെ വൈഫിനോട് ചോദിക്കാം, ചേച്ചി ഒരു ചെറിയൊരു മിക്സി ചെറുത് മതി പറയാ. ചെറിയൊരു മിക്സി ഉണ്ടെങ്കിൽ നമുക്ക് നന്നായി. പക്ഷെ അവിടെയൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാല് അവർക്ക് ഭക്ഷണത്തിനൊക്കെ ഒന്നും ഇതില്ലല്ലോ. എല്ലാ സാധനങ്ങളും അവർക്ക് ഒരാൾക്കാർ കൊണ്ട് കൊടുക്കണേ. അല്ലെന്ന് സാധനം എന്താന്ന് ചോദിച്ചപ്പോ വെറുതെ ഞാനില്ല, ഞാൻ ചോദിക്കാം. പഴയ മിക്സി വർക്ക് ചെയ്യണെന്ന് ചോദിക്കാം. ഐറ്റമ്മ കയറി പിടിക്കുന്നുണ്ട്. ചൂടായ മോര വന്നു തുടങ്ങിയിട്ടുള്ളൂ. നല്ല ശരിക്കും തിളക്കട്ടെ. ശരിക്കും തിളക്കണം. എല്ലാവർക്കും ഫുഡൊക്കെ എന്താണ് ഇന്ന് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് ഇപ്പോഴായ പിന്നെയാണ് ഞങ്ങൾ സ്പെഷ്യലായിട്ട് സാധനങ്ങളൊക്കെ വെക്കണം കേട്ടോ. നേരത്തേക്ക് സാധാ ചോറ് തന്നെയായിരുന്നു. രാവിലെ 10 മണിക്ക്, ഉച്ചക്ക്, രാത്രി ഒക്കെ ചോറ്. ഇപ്പോൾ ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് മാറ്റി പിടിക്കണം സംഭവം. മടുത്ത് ചോറ് വെച്ച് മടുത്തേക്കണല്ല, എങ്കിലും ഒരു വെറൈറ്റിക്ക് വേണ്ടി. അമ്മ ഹോട്ടലിൽ പോക്കും നിന്ന് പോയല്ല. ഇനിയിപ്പോൾ ഇഡ്ഡലിയും കാലത്ത് കഴിക്കാൻ പോകാൻ പറ്റില്ല. രാവിലെ അല്ലെങ്കിൽ ഇഡ്ഡലി കഴിക്കുന്നതാണ്. രാവിലെ ഇഡ്ഡലി കഴിച്ചിട്ടാണ് 10 മണിക്കാണ് ചോറ് തിന്നുന്നത്. ഉച്ചക്ക്, രാത്രി.
ഇനി ശരിക്കും നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കണ രാവിലെ കഴിക്കാറുന്നല്ലേ? ആ അല്ലെങ്കിൽ ചായക്കടയിൽ പോണ കാശി ആ കാശ് എല്ലാവരുടെയും കയ്യിലിരിക്കുമല്ലോ. ഒരു പാല് വെച്ച് കഴിഞ്ഞാൽ ചായ നോക്കിക്കാം. പക്ഷെ പാല് മേടിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ പോയി മേടിക്കേണ്ടി തോന്നുന്നു. ഇല്ല, രാത്രി മേടിച്ച് ഇരിക്കുമോ? പിന്നെ കുഴപ്പമൊന്നുമില്ല. മറ്റേ പാല് മേടിക്കേണ്ടി വരും. ഇവിടെ കൂളിംഗ് അല്ലേ? കൂളിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലട്ടാ. അല്ല, അല്ലെങ്കിലും പൊട്ടിച്ചാൽ മാത്രമേ കുഴപ്പമുള്ളൂ. പൊട്ടിച്ചില്ലെങ്കിൽ ഇരിക്കുമോ? സാധാ പാല്, കവർ പാല് അറിയില്ലട്ടാ. എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചു നോക്കാം. കാരണം നമ്മ രണ്ടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തലയിലും ആവുകയും ചെയ്യും. കാരണം രാവിലെ ഇപ്പൊ ഇത് കടുവേ കട്ടിപ്പ വരുന്നു കട്ടുപ്പ നാട്ടിലാണ്. ബത്തേരിക്ക് സുഖമായിട്ട് 2 ദിവസം കിടന്ന് ഉറങ്ങാൻ പറ്റി ഇന്നലെ ഇന്നും. ഇല്ലെങ്കിൽ ശരിയല്ലേ ബത്തേരി ഞാൻ 12 മണി 1 മണിയാവും പുള്ളിന് ഉറങ്ങുമ്പോൾ തോണ്ടി വിളിക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ബത്തേരി? ശരിയാണ്. പുള്ളി അങ്ങനെയല്ലേ പറയുള്ളൂ. ശരിയാണ്. ഉറക്കത്തിലാണെങ്കിലും പറയും ശരിയാണ്. തീർന്നല്ല. ഇതൊന്ന് അഴിച്ച് കഴുകി ക്ലീൻ ചെയ്ത് നോക്കണം. ഇതാ ആൾക്കാരുണ്ടോന്നല്ലേ? അപ്പോൾ നമ്മുടെ ഉപ്പാവ് ഏകദേശം റെഡി ആയിട്ടാണ്. ഇനി കടലെവിടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാറാകും. അപ്പോഴേക്കും മറ്റവൻ പഴം മേടിച്ചോണ്ടിരുന്നാവോ? നീ പഴം തിന്നോടാ ഷിജു. ഇത് 5 പ്ലേറ്റിൽ വിളമ്പി വെക്കേണ്ടി വരുന്നോ കേട്ടോ. ഉണ്ടാകും, കുഴപ്പമില്ല. പഴം കിട്ടിയാ? എന്തോരം റോബസ്റ്റാ? ആ മതി, അടിപൊളി. എണ്ണയാണ് മേടിച്ചത്? 1 2 3 4 5 6 7 8 9 ഒരെണ്ണം കൂടുതലുണ്ടോ? 2 4 6 ഒരെണ്ണം കൂടുതലുണ്ട് ഇല്ലേ? അപ്പൊ അത് നമുക്ക് അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട് ഞാൻ നോക്കുമ്പോ ലാസ്റ്റ് ഒരെണ്ണം എണ്ണണില്ല. ഞാനപ്പോ കിട്ടുന്ന നോക്കിയപ്പോ ഒരെണ്ണം എണ്ണണില്ല. 1 2 3 4 ഒരെണ്ണാടെ പോയി. അവസാനം 10 കഴിഞ്ഞിട്ട് പോയി. ഒരെണ്ണോടി ബാക്കി കിടക്കണം. എന്നിട്ട് അതെണ്ണണില്ല. പിന്നെ ഐസാക്കി അതാണ് സുമേഷ്. പൊളിച്ചെന്ന് പറഞ്ഞില്ലേ? കറി വെക്കണ സുമേഷിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചോണ്ടിരിക്കും. എനിക്കിഷ്ടമുള്ള പണി ഞാൻ ചെയ്യാനായിട്ട് എനിക്കൊരു മടിയുമില്ല. അതത്രേ ഉള്ളൂ. എനിക്കിഷ്ടമുള്ള പണി ചെയ്യാനായിട്ട് എനിക്ക് മടിയില്ല. എനിക്കിഷ്ടമുള്ളത് വീഡിയോ എടുക്കുന്നത്. 50 രൂപ 50 രൂപ സുമേഷിനെ കൊടുത്തേക്കും. 12 രൂപ ഉണ്ട്. നാളെ തന്നെ സ്റ്റേജ് ഇറക്കാം.